ിൻ്റെ രാജകുമാരൻ, മരണത്തിൻ്റെ കാവൽക്കാരൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മറ്റാരെക്കുറിച്ചല്ല, ദി ഡെഡ് മാൻ എന്നറിയപ്പെടുന്ന ദി അണ്ടർടേക്കറിനെ കുറിച്ചാണ്. വെൽക്കം ബാക്ക് മൈ ചാനൽ. എനിക്കുമേടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആയിരത്തി 1965 മാർച്ച് 24 US-ലുള്ള ടെക്സാസിൽ ഫ്രാങ്ക് കലവയുടെയും കാത്തറിൻ ട്രിൻറ്റിയുടെയും 5ാമത്തെ മകനായി അവൻ ജനിക്കുകയുണ്ടായി. അവൻ്റെ പേരാണ് മാർക്ക് വില്യം കലവെ, അതായത് നമ്മുടെ കുട്ടി അണ്ടർടേക്കർ. അദ്ദേഹം ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ പൂർത്തിയായതിനു ശേഷം അദ്ദേഹത്തിന് ബാസ്കറ്റ്ബോളിനോടായിരുന്നു കൂടുതൽ ഇഷ്ടം തോന്നിയത്. അദ്ദേഹം ബാസ്കറ്റ്ബോളിൽ ഗ്രാജുവേറ്റ് ആയതിനു ശേഷം സ്കോളർഷിപ്പോടുകൂടി ഏഞ്ചലീന കോളേജിൽ, അതായത് സ്പോർട്സ് മാനേജ്മെൻറ്റ് തന്നെ അദ്ദേഹത്തിന് സീറ്റ് ഉറപ്പിക്കും. പക്ഷേ അദ്ദേഹത്തിന് അധികം നാൾ ആ ഒരു സീറ്റ് കൊണ്ടു നടക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം 1986 ആ ഒരു സീറ്റ്, ആ ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം നേരെ പ്രൊഫഷണൽ റെസ്ലിങ്ങിലോട്ട് കണ്ടുപോയിരുന്നു. അങ്ങനെ കലവെ 1986 ബുസ് സേവിയർ എന്ന് പറഞ്ഞ ആ ട്രെയിനറുടെ കീഴിൽ അദ്ദേഹം ട്രെയിനിങ് ചെയ്തതിന് ശേഷം അദ്ദേഹം 1987 ടെക്സാസ് റെഡ് എന്നറിയപ്പെടുന്ന ആ ഒരു കാറ്റൽ WCW അദ്ദേഹം റിങ്ങിൽ ഡെബ്യൂട്ട് ചെയ്തു. പക്ഷേ ഡെബ്യൂട്ട് ചെയ്ത ആദ്യ മാച്ചിൽ തന്നെ അദ്ദേഹത്തിന് തോൽവിയായിരുന്നു മുന്നിൽ കാണേണ്ടി വന്നത്. പിന്നീട് അദ്ദേഹം ടെക്സാസ് റെഡ് എന്ന് പറയപ്പെടുന്ന ആ ഒരു പേരിനുപരി മാസ്റ്റർ ഓഫ് ദി പെയിൻ, ദി പണിഷർ എന്ന് പറഞ്ഞ റിംഗ് നെയിമിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. പിന്നീട് 1989 അദ്ദേഹം വേൾഡ് ചാമ്പ്യൻഷിപ്പ് നേടിയിരുന്നു. അങ്ങനെ കലവയ്ക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് അധികം നാൾ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആ കമ്പനിയിൽ നിന്ന് തന്നെ വിട്ട് അദ്ദേഹം 1989 തന്നെ അദ്ദേഹം WCW എന്ന പുതിയൊരു ബ്രാൻഡ് അദ്ദേഹം ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം WCW മാനേജ്മെൻറ്റ് ഒരു ഹീൽ ക്യാരക്ടർ ആക്കാനായിരുന്നു മാർക്ക് വില്യം കലവെ നിർദ്ദേശിച്ചത്. അങ്ങനെ മാർക്ക് വില്യം കലവെ ആ ഒരു ഹീൽ ക്യാരക്ടർ പദവി അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് WCW മാനേജ്മെൻറ്റ് ഒരു റിംഗ് നെയിം കൊടുത്തു. മീൻ മാർക്ക് എന്നായിരുന്നു ആ ഒരു റിംഗ് നെയിം കൊടുത്തത്. പക്ഷേ അധിക നാൾ ആ ഒരു ഹീൽ ക്യാരക്ടറായി വാങ്ങാൻ അണ്ടർടേക്കറിന് WCW കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം എന്ന് തൊട്ട് WCW വന്നു അന്ന് തൊട്ട് ആ ഒരു മാർക്കറ്റിംഗ് ഇടിഞ്ഞു. പിന്നെ അദ്ദേഹത്തെ കൊണ്ട് ഈ WCWക്ക് വലിയ പ്രയോജനമില്ലെന്ന് WCW മാനേജ്മെൻറ്റ്ക്ക് തോന്നി. സോ അങ്ങനെ മാർക്ക് വില്യം കലവെ അന്നത്തെ WWF മാനേജറായ വിൻസ് മകനെ കണ്ടു അദ്ദേഹത്തിന് WWFിൽ വരാനുള്ള പ്ലാനിങ് ആരംഭിച്ചു. സോ അങ്ങനെ അണ്ടർടേക്കർ 1990s, അതായത് 1990 WCW അവിടെ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയതിനു ശേഷം അദ്ദേഹം നേരെ ആ വർഷം തന്നെ WWFിൽ ചെയ്യാനുള്ള പ്ലാൻ ആരംഭിച്ചു. അങ്ങനെ മാർക്ക് വില്യം കലവെ നവംബർ 19, 1990 അദ്ദേഹം സർവൈവർ സീരീസിലൂടെയായിരുന്നു അദ്ദേഹം WWFിൽ ഡെബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ സീരീസ് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും സീരീസ് നമുക്ക് തുടരാം. സോ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് പാർട്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പം നെക്സ്റ്റ് പാർട്ടിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.